ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ച് വേവാണ്. അപ്പോൾ ഇതും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ സ്റ്റിച്ച് ബോർഡ് എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതിനും 3 ഇഴ നൂലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ, കഴിഞ്ഞ ക്ലാസ് ചെയ്തതുപോലെ റണ്ണിങ് സ്റ്റിച്ച് വിപ്ഡ് പോലെ തന്നെയാണ് ഇതും. ആദ്യം തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വേണം വേവ് ചെയ്യാൻ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണിത്. അപ്പോൾ ഇതാ റണ്ണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും 3 ഇഴ നൂലാണ്. നമ്മൾ വേവ് ചെയ്യുമ്പോൾ നമ്മൾ റണ്ണിങ് ചെയ്ത് കൊടുത്ത സ്റ്റിച്ചിൻ്റെ കളറിന് ഓപ്പോസിറ്റ് കളറാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ, ലീഫിന് നമ്മൾ ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഗ്രീന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിപ്ഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ നമ്മൾ എടുത്തില്ലേ, ഇത് ആദ്യം ഒരു സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ നൂല് വലിച്ചെടുത്ത ശേഷം അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെയാണ് നൂല് വലിച്ചെടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോട്ടീഫിലേക്ക് ഒരു ഡിസൈൻ കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിതാ ഒരു ഡിസൈന് സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് വേവ് ചെയ്യാൻ വേണ്ടി വേറൊരു ഓപ്പോസിറ്റ് കളറ് ഞാൻ എടുത്തിട്ടുണ്ട്.
നമ്മൾ വേവ് ചെയ്യുമ്പോൾ ഡിസൈനിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് അധികം ചെറുതാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അധികം വലുതുമാവരുത്. ഒരു മീഡിയം സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ സൂചി വലിച്ചെടുക്കാൻ എളുപ്പമാകും. അത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ സൂചിയുടെ പുറകുവശം ഉണ്ടല്ലോ, അതിൽ കൂടെ അത് വെച്ചിട്ട് സ്റ്റിച്ചിനടിയിൽ കൂടെ നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഇതാ മോട്ടീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത സ്റ്റിച്ചായിട്ട് വീണ്ടും ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.